ADGP അജിത് കുമാർ സ്ഥാനമാറ്റം നടത്തി സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഞാനിതില് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. ഇന്ന് നിയമസഭയിലായിരിക്കും കൂടുതലായിട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാം. അപ്പം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ നടപടി RSS നേതാവുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയാണ് വന്നിട്ടുള്ളത്. ഇനി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സ്വർണ്ണക്കടത്ത്, ഒരുപാട് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തത് തെളിയിക്കപ്പെടാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു എന്താ പറയുക പുറത്താക്കലോ അല്ലെങ്കിൽ സസ്പെൻഷനോ ഡിസ്മിസലൊക്കെ വരാൻ സാധ്യതയുള്ളത്. ഇതിപ്പോൾ ഒരു RSS നേതാവിനെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് കൊണ്ട് സർക്കാരിന് ഒരു IAS ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ പറ്റുമോ എന്നുള്ളത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെന്നാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സമയം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞുള്ള ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമായിട്ട്. അല്ല, ഈ പറഞ്ഞ എനിക്കെന്താ വെച്ചാലേ, ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ നിയമസഭയിൽ കാര്യങ്ങൾ കഴിയണം, അടുത്ത വാർത്താ സമ്മേളനം വരണം. അപ്പൊ ആ സമയത്ത് ഇതിനോടനുബന്ധിച്ച് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അതായത് കുറ്റം തെളിയുകയാണെങ്കിൽ അങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു കൺകെട്ട് പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ ഉണ്ടായിട്ടുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സ്ഥലം മാറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ഉത്തരവാദിത്തം മാറ്റി വേറെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ ഇതെന്താ ഉണ്ടായിട്ടുള്ളത്? ശരിക്കും സത്യത്തിൽ എന്താ ഉണ്ടായത്? ഒരു അതായത് മറ്റേ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ, ഒരു മിനിറ്റ്, നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ വലത് കാലിലുള്ള മന്ത് ഇടത് കാലിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റി. അല്ല, എന്ത് വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസം? പറ. ക്രമസമാധാനമാണ് മെയിൻ ആയിട്ട്. രണ്ടാമത്തെ ഇപ്പൊ കൊടുത്ത ചുമതല എന്താ? ബറ്റാലിയൻ ചുമതലയാണ് അല്ലെ? ഇതില് ആദ്യം പറയുന്നത് ക്രമസമാധാന ചുമതല എന്ന് പറയുന്നത് ഈ ADGPക്ക് ഭരണ സംവിധാനത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ചുമതലയാണ് ഈ പറയുന്ന ക്രമസമാധാനം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ മാറ്റിയിട്ടുള്ളത് ബറ്റാലിയന്റെ ചുമതലയാണ്. അത് ഈ പറയുന്ന പോലെ എന്താ ഈ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള സമയത്ത് ഇൻവോൾവ്മെന്റ്, അതായത് ഭരണത്തിൽ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത് പോലെ ഇപ്പൊ മാറ്റിയിട്ടുള്ള ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ADGP അജിത് കുമാറിന് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? വകുപ്പ് മാറ്റമാണ്. ബറ്റാലിയന് ചുമതല മാത്രമേ ഉള്ളൂ. ആ ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പിലുള്ള പോലീസുകാരാണ്, അവരെ മാത്രം നിയന്ത്രിക്കുന്ന. ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് അവിടെ തന്നെ ഏറ്റവും അപകടം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അവിടെ ഇൻവോൾവ് ചെയ്ത് പോലീസുകാരുമായി ബന്ധപ്പെട്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് അതിന് ചുമതല ഇല്ല. അയാളുടെ സ്ഥാനം ഇപ്പോഴും എന്താ നമ്മൾ ആലോചിക്കണം. അതിന് വേറെ സ്ഥാനം പോലീസുകാരെ സംബന്ധിച്ചു. അയാൾക്ക് സുഖമായിട്ട് ഇൻവോൾവ് ചെയ്ത് പുതിയ ആളുകളെ. അങ്ങനെയാണെങ്കിൽ ഇയാൾ അവിടെ വർക്ക് ചെയ്യുന്ന പുതിയ ജോലിയിലേക്ക് വരുന്ന ആളുകളെ, അല്ലെങ്കിൽ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകളെ ഇയാൾക്ക് മുതലെടുത്തൂടെ? അവന് ക്യാമ്പിലല്ലേ, അതിനുള്ള സമയം കൊടുക്കൂ. അതാണ് എന്റെ പ്രശ്നം. സമയം കിട്ടിയിട്ടില്ല. ഇതിലിപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല, അതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നിട്ടില്ല, അതുപോലെ കൊലപാതക കേസുമായി. അതാണ് ക്രിമിനൽ കുറ്റം. ഒരു RSS നേതാവിനെ കണ്ടത് ക്രിമിനൽ കുറ്റമാണ് ആണോ? അല്ല. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുത്തു. അത് CPMന്റെ ആവശ്യമാണ്, പാർട്ടിയുടെ ആവശ്യമാണ്. ഒരു പാർട്ടിയാണോ ഒരു ADGPന്റെ കാര്യത്തിൽ തീരുമാനിക്കേണ്ട? പാർട്ടിയാണോ അത് ഭരിക്കുന്ന ഗവൺമെന്റ് ആണോ? പറയുന്നത് ഇവിടെ പാർട്ടിയുടെ തീരുമാനം ഗവൺമെന്റിന്റെ തീരുമാനമുണ്ട്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം RSSനെ പോലത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്തി എന്നുള്ളത് കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ പരിമിതിയുണ്ട്. മറിച്ച് പക്ഷേ CPM പോലെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ RSS പോലെയുള്ള ഒരു വർഗീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മളൊരു പണിഷ്മെന്റ് എന്ന് പറയില്ലേ. ഇപ്പം അൻവറിനെതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞു, അതുപോലെ ഒരു എന്താ പറയാ ഒരു ചെക്ക് കിട്ടും എന്നുള്ളതുള്ളൂ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു നിലപാട്. പക്ഷെ അത് ശരിയല്ലെന്നാണ് ഞാൻ പറയണത്. എന്തുകൊണ്ട്? ഇയാൾ ഒരു പാർട്ടി ഭരിക്കുന്ന ജനങ്ങള് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. ഇവിടെ CPM ഓരോ ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. എല്ലാവർക്കും
എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ അനിൽകുമാറൊന്നും തീരുമാനം എടുക്കണമെങ്കിൽ അതിൽ വ്യക്തത വരുത്തണം. വെറുതെ എന്തെങ്കിലും ഒരു കൺകെട്ട് പരിപാടി ചെയ്യരുത്. നിയമസഭയിലാണ് സുഹൃത്തെ പറയുക. അങ്ങനെയാണെങ്കിൽ അതിനെ കുറിച്ച് ആ ഒരു സംസാരിക്കണേ. ഇന്ന കാര്യം ഇന്ന സമയത്ത് ഞങ്ങൾ ഇതിനെ കുറിച്ച് തീരുമാനം പറയും. അല്ലല്ലോ, ഇത് പെട്ടെന്ന് ഇപ്പൊ ഒരു തീരുമാനം എടുത്ത് ഇയാളുടെ ഉത്തരവാദിത്തം മാറ്റി നേരെ മറ്റൊന്നിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. എന്ത് മാറ്റം സംഭവിച്ചു? ഇന്നലെ രാത്രി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി 9 മണിക്കാണ് സാധനം വന്നിട്ടുള്ളത്. ഇന്ന് നേരം വന്നിട്ടുള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഉത്തരവ് ഇറക്കുമ്പോ എന്ത് കാരണങ്ങൾ കൊണ്ട് എന്ന് പറയണം. ഉത്തരവില് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ നിലവിലെ മുഖ്യ ആരോപണങ്ങൾ ഉയർന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്താ ആരോപണം അത് പറഞ്ഞിട്ടില്ല. അത് ഇന്ന് നിയമസഭയിൽ പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീരുമാനം പറയുമ്പോ ആദ്യം ഉറപ്പില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാര്യത്തിൽ ഒരു തേങ്ങ ഉറപ്പില്ല. പറയോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പറഞ്ഞാൽ നിയമസഭ കഴിഞ്ഞിട്ടാണെങ്കിലും പറയാൻ പറ്റും. ഞാൻ കാര്യം പറയട്ടെ, ഒരാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുമ്പോ അപ്പോഴാണ് വ്യക്തപ്പെടുത്തേണ്ടത്. ഒരു ആക്ഷൻ ആദ്യം എടുത്തിട്ട് ഒരു ആരോപണമുണ്ട്, സോ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നാളെ ആലോചിച്ചിട്ട് കാരണം പറയാന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസതയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല, ഏകദേശം അങ്ങനെ തന്നെയല്ലേ പറയണമെന്നില്ലല്ലോ. അല്ല, മാധ്യമങ്ങളല്ല, മനുഷ്യന്മാരെ കണ്ടറിഞ്ഞൂടെ? വ്യക്തത വരുത്തേണ്ടത് CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പോൾ എടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാണ് നിങ്ങൾ തീരുമാനം ചോദിക്കണം? വ്യക്തത വന്നിട്ടല്ലേ തീരുമാനം എടുക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? ADGP പോലൊരാളല്ല. സർക്കാരിന്റെ ഇത്തരത്തിൽ വലിയ വിവാദമായിരിക്കുന്ന ഒരു കേസിൽ അതിന് ADGP പോലൊരാളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഇവര് ഇപ്പൊ എന്താ ചെയ്തിട്ടില്ല വെച്ചാൽ മാധ്യമങ്ങളുടെയും മറ്റുള്ള ജനങ്ങളുടെയും വായടപ്പിക്കാനുള്ള ഒരു സംഭവം അത് പാടി ഇത്രയും ചെയ്തില്ല. കാരണം ഇത്രയും വലിയ വിഷയമാണെന്ന് വിചാരിച്ചില്ല. ഇപ്പോഴുള്ള വിഷയമാണത്. നമ്മളൊക്കെ ചോദിക്കണം തന്നെയല്ലേ, എന്തിനാണ് അതിന് ചെയ്തത്? അല്ലല്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്ക് സംഭവം മനസ്സിലായില്ല. ഇന്നലെ രാത്രി 9 മണിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കിട്ടിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് IDGP അനിൽകുമാറിനെ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് 9 ഇപ്പൊ നിയമസഭ തുടങ്ങാൻ പോവാണ്. നിയമസഭയിൽ എന്തായാലും മുഖ്യമന്ത്രി ഇതിനെ കുറിച്ച് വ്യക്തമാക്കും. എന്തിനു മാറ്റി? ഇത് മാത്രമാണോ നടപടി? ഇനി നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിന്റെ പശ്ചാത്തലത്തിൽ? അതാണ് പറഞ്ഞത്. ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ റിപ്പോർട്ട് ഇല്ല. ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥനെ കണ്ടു എന്നുള്ളത് ക്രിമിനൽ പശ്ചാത്തലമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്നതാണ് സസ്പെൻഷൻ. അല്ല, ഞാൻ പറഞ്ഞത് ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ എന്തിന് സസ്പെൻഷൻ കൊടുക്കണം ഞാൻ ചോദിച്ചത്. സസ്പെൻഷൻ കൊടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റണമെന്ന് ആവശ്യം എന്താ? ഇങ്ങനെ ഒരു ചുമതല മാറ്റേണ്ട ആവശ്യം എന്താ? അതാണ് ഞാൻ പറയുന്നത്. ഈ CPM ഭരിക്കുന്ന അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പാർട്ടി ഓരോ കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടി ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ RSS നേതാവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും അദ്ദേഹം എന്താ പറയുക സ്വന്തം വാഹനം, അതായത് ഔദ്യോഗിക വാഹനം വെച്ചിട്ട് ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? അയാളുടെ വാഹനത്തിൽ പോയി. അതിൽ അവ്യക്തതയുണ്ട്. പക്ഷെ എന്തിനാണ് ഇയാൾ ഈ RSS-മായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് വ്യക്തമല്ല. അത് ഒന്നല്ലെങ്കിൽ ആ RSS നേതാവ് പറയണം, അല്ലെങ്കിൽ ഈ അജിത് കുമാർ പറയണം. അത് വ്യക്തമല്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ നടപടി എടുത്തിട്ടുള്ളത്. ഇനി തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ വരും. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, അതുപോലെ കൊലപാതകങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ടല്ലോ. ഇതിന്റെ റിപ്പോർട്ട് കൂടെ വന്നാൽ ഈ പറയുന്ന സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസ് പോലെയുള്ള നടപടികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. ഇത്ര എനിക്ക് പറയാം. ഇനി ഈ റിപ്പോർട്ട് വന്നിട്ടും തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഒരു സംശയമല്ല ADGP ആണെന്നുള്ളത്. പക്ഷെ അത് അതിന് കൃത്യമായി തെളിവുകളും കാര്യങ്ങൾ ശേഖരിച്ചിട്ട് വേണം നടപടി എടുക്കാൻ. കാരണം വെറുതെ എന്തെങ്കിലും നടപടി എടുത്തിട്ട് പിന്നെ രണ്ടാമതൊരു ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ. അപ്പം ഇനി ഈ റിപ്പോർട്ട് വന്നിട്ട് പുറത്താക്കിയിട്ടില്ല, അല്ലെങ്കിൽ അപ്പോഴും ഈ പറയുന്ന ചുമതലയിൽ നിൽക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് വലിയ വീഴ്ചയായിരുന്നു സർക്കാരിന്റെ. എനിക്ക് വിഷയത്തിൽ ഒന്നേ പറയാനുള്ളൂ. ഇപ്പോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ ഒരു ചെയ്തിട്ടുള്ള വായ അടപ്പിക്കല പരിപാടി ഞാൻ അങ്ങനെ എൻ്റെ പേഴ്സണൽ കാര്യം അങ്ങനെ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞാൽ കാരണം ഇത് വ്യക്തത വരുത്തി കൊടുക്കൊരു തീരുമാനം പറയായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സമയമൊക്കെ എത്രയോ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് എത്ര മാസം ഈ ADGP ആരോപണം കൊണ്ട് എത്ര ദിവസം ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ വേണ്ടത്? സംവിധാനങ്ങളില്ലേ? അന്വേഷണ റിപ്പോർട്ട് ഏത് കാലത്ത് ഇപ്പൊ സൗകര്യത്തിന് കിടക്കണ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറി അത് ഓര് പറയണല്ലേ.
മാധ്യമങ്ങൾ റിപ്പോർട്ടില്ല, നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ റിപ്പോർട്ടർ അതിന് മുമ്പ് ഇവർക്ക് ചെയ്യായിരുന്നല്ലോ, സമയം കിട്ടിയിട്ടില്ലേ? ഒരു പിണറായി വിജയന് ഇത് കഴിയില്ലെന്ന് പറഞ്ഞാൽ പോട്ടെ, പിണറായി പോട്ടെ, ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഇതില് അന്വേഷിക്കാൻ ഇവർക്ക് ഇത്ര കഴിവുള്ളൂ? ഇതിനേക്കാൾ സമയം വേണം. ആരോപണം ഉണ്ടാകുമ്പോൾ കണ്ണിൽ പൊടിയിടാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിവാദത്തിന് വേണ്ടി കാത്തിക്കാതെ ആദ്യം തന്നെ മാറ്റി പറയുന്നോ? അത് ചെയ്യാത്ത ഇവർക്ക് ഇതില് അത് ഇവരും കള്ളന്മാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയണേ, മുഖ്യമന്ത്രി അൻവറിന്റെ ആരോപണം വന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? അൻവർ അന്ന് CPM-ന്റെ LDF MLA ആണ്. അന്ന് എന്താ പറഞ്ഞത് അൻവറിനോട്? അന്വേഷിച്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കും. അപ്പൊ മാധ്യമങ്ങൾ പറഞ്ഞാൽ എന്താ, ഈ ആരോപണ വിധേയനായ ആളെന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനെ, അതായത് അന്വേഷണത്തിന്റെ ശരിയായ രീതിയിൽ അന്വേഷണം വരുമോ എന്നുള്ളതാണ്. അന്വേഷിച്ചത് DGP ആണ്, ADGP ആണ് കുറ്റാരോപിതൻ. അന്വേഷിക്കുന്നത് DGP ആണ്, അതായത് SIക്ക് നേരെ CI ആയിക്കാണ് അന്വേഷിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നു. ഏത് അന്വേഷണ റിപ്പോർട്ട് വന്നു? RSമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നു. അതിന് നടപടി എടുത്തു. ഇനിയും റിപ്പോർട്ട് വരാനുണ്ട്. അതിന് നടപടി എടുത്തു പറഞ്ഞാൽ എന്താണ് നടപടി എന്ന് ആലോചിക്കണം. അയാളെ മറ്റൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് മാറ്റി. അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റമല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനു നടപടി എടുക്കണം? വീണ്ടും അതാണ് ചോദ്യം. അതാണ് CPM-ന്റെ പ്രശ്നവും. ഇവര് പാർട്ടി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള പോലീസുകാരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അയാൾ വ്യക്തിപരമായി എന്തിന്റെ പേരിലൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവും? വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട ഒരു CPM ഭരിക്കുന്ന ഒരു LDF സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് RSമായി കൂടിക്കാഴ്ച നടത്തുന്ന പോലീസുകാർ സർക്കാരിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പറയണം, ഇന്ന കാരണങ്ങൾ കൊണ്ട്. എടാ, നോട്ടീസ് ഇറക്കിയ ആൾക്ക് പറയാൻ എന്ത് കോപ്പിലെ ടൈം വേണ്ട? ആ നോട്ടീസ് ഇറക്കി അതിൽ വ്യക്തത വരുത്തി കൂടെ? ഒരു പോസ്റ്റ് ഇട്ടൂടെ? അല്ലൊരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് അതിന് മുഖ്യമന്ത്രിക്ക് എന്താ സമയം ഇത്ര നഷ്ടം? അതിന് PR വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ മാധ്യമങ്ങളെ ഞാൻ എടുക്കണേ ഇല്ല, മാധ്യമങ്ങളെ വിശ്വസിക്കുന്നില്ല. പറയൽക്കാരം പറയും, തീർച്ചയായും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം പറയിപ്പിക്കും. അങ്ങനെ പ്രതിപക്ഷം പറയിപ്പിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം പിന്നെ എന്തിനാ പ്രതിപക്ഷം പറയുന്നത്? അതും ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് അത്ര. ഓക്കെ, ഇനി ഇവര് വ്യക്തമായിട്ടൊരു കാര്യം ഇറക്കിയാൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയി പറഞ്ഞൊരു തീരുമാനം എടുത്താൽ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് പാർട്ടി നിൽക്കുന്നത്, ഭയങ്കരമായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇങ്ങനെ ചെയ്യണേക്കാളും നല്ലത് അവർക്കൊരു പോസ്റ്റ്, ഒന്നെങ്കിലും ഒരു പോസ്റ്റ് ഇറക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ രാത്രി ഇറക്കിയത് ഇന്ന് 10 സമയം വരെ അതെല്ലാം പോലെ. ഇന്നലെ ഇത്ര ധൃതി കൂട്ടിയ ഒരു സാധനം ഇടേണ്ട ആവശ്യം എന്താ? അങ്ങനെയാണെങ്കിൽ ഇന്ന് 10 സമയത്തിന് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞ പോലെ. ഇതിലിപ്പോ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാതെ നിയമസഭയിലെ പറയും. ഇനി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞാനിപ്പോഴും ചോദിക്കണതല്ല, ഇന്നലെ ഇപ്പൊ രാത്രി നോട്ടിഫിക്കേഷൻ ഇറക്കിയല്ലോ, അത് ഒരു ഇന്നലെ പറഞ്ഞാൽ പോലെ ഇന്നിപ്പോ 10 മണി നടക്കണ്ടാവും ഈ സമയത്ത് അല്ലേ? നടക്കണ്ടാവൂലേ? ഇതൊക്കെ സാധാരണ പല കാര്യങ്ങളും തന്നെയാണ്. നോട്ടിഫിക്കേഷൻ രാവിലെ വരാം, നേരിട്ട് പറയുന്ന രാവിലെ ആയിരിക്കും. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്ന് അത് അയാളുടെ കയ്യില് പേപ്പർ കയ്യിൽ കിട്ടിയാലല്ലേ അപ്പൊ അതിനുള്ള സമയം ഉണ്ടല്ലോ. എന്തായാലും ഇനിയിപ്പോ നമ്മള് ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിൽ മാറ്റുമ്പോ അതിന്റേതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ A ക്ലാസ്സിൽ B ക്ലാസ്സിലേക്ക് മാറ്റുന്ന പോലെ അല്ല. അപ്പൊ അതിന് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അല്ല, ഞാൻ എന്തായാലും ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കണ്ടാവല്ലോ, ഇപ്പൊ തന്നെ നടക്കണ്ടാവല്ലോ. ഇപ്പൊ 10 മണിയാവാനായി. അപ്പോ നമുക്കറിയാം അത് വരട്ടെ. കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു നിയമസഭ എന്താ പറയാ, ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രതിപക്ഷത്തിന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അൻവർ അവിടെ പോയിട്ട് എന്തൊക്കെ പറയും, ആരൊക്കെ പറയും, അതിന് പറയുന്ന മറുപടി എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ഫാക്ടറാണ് നിലവിൽ. നോക്കാം നമുക്ക്.